നമസ്കാരം, എല്ലാവർക്കും സ്മാർട്ട് ശ്രീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ സലിയൻ ഫീച്ചേഴ്സ് അഥവാ സവിശേഷ സ്വഭാവങ്ങൾ എന്നുള്ളതാണ്. നമ്മൾ ആദ്യത്തെ രണ്ട് സവിശേഷ സ്വഭാവങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിൽ സംസാരിച്ചു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാമത്തെ സവിശേഷ സ്വഭാവമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാമത്തെ സവിശേഷ സ്വഭാവം എന്ന് പറയുന്നത് കാഠിന്യത്തിൻ്റെയും കാഠിന്യം ഇല്ലായ്മയുടെയും ഒരു കലർപ്പാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. നിങ്ങൾക്കത് മനസ്സിലാവുന്ന, അതായത് അത് നമുക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അതായത് ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. എന്താണ് മൂന്നാമത്തെ പോയിന്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. അതാണ് നമ്മൾ ഈ മലയാളത്തിൽ കാഠിന്യമുള്ളതിൻ്റെയും കാഠിന്യമില്ലായ്മയുടെയും ഒരു കലർപ്പ് എന്ന് പറയുന്നത്. റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ഇന്ത്യൻ ഭരണഘടന റിജിഡ് ആണോ എന്ന് ചോദിച്ചാൽ അത്ര റിജിഡ് അല്ല. ഫ്ലെക്സിബിൾ ആണോ എന്ന് ചോദിച്ചാൽ എന്താണ്, അത്രയും ഫ്ലെക്സിബിൾ അല്ല. ഇന്ത്യൻ ഭരണഘടന എന്താണ്, ഒരു റിജിഡിൻ്റെയും ഫ്ലെക്സിബിളിൻ്റെയും എന്താണ്, ഒരു ബ്ലെൻഡാണ്, അല്ലെങ്കിൽ ഒരു മിശ്രമായിട്ടുള്ള ഒരു രൂപമാണെന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന. നമ്മൾ അതായത് ലിഖിത ഭരണഘടന, അലിഖിത ഭരണഘടന, റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ, അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്, അമേരിക്കയുടെ എന്താണ് ഒരു റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ബ്രിട്ടൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉദാഹരണമാണ്. ഈ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനുകൾ പൊതുവെ എന്തായിരിക്കും, റിജിഡ് ആയിരിക്കും. അതായത് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനുകൾ പൊതുവായിട്ട് എന്താണ്, റിജിഡ് ആയിരിക്കും. എന്താണ് ഈ പറയുന്ന അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തായിരിക്കും, ഫ്ലെക്സിബിൾ ആയിരിക്കും. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ആ പാർലമെന്റ് പാസ്സാക്കുന്ന എല്ലാ നിയമങ്ങളും എന്താണ്, അവരുടെ ഭരണഘടനയുടെ ഭാഗമായി വരും. അതുകൊണ്ട് എന്താണ്, അത് കുറച്ച് ഫ്ലെക്സിബിൾ ആയിരിക്കും. എന്നാൽ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയല്ല. അതിന് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭേദഗതി വരുത്തണമെങ്കിൽ എന്താണ്, ഭരണഘടനാ ഭേദഗതി പാസ്സാക്കണം. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് എന്ന് പറയും. ഭരണഘടന ഭേദഗതി പാസ്സാക്കേണ്ടതുണ്ട്. നമുക്കൊരു ഉദാഹരണം പറയാനാൽ, അമേരിക്കക്ക് 280 വർഷങ്ങളായി അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രം, അവർക്കൊരു ഭരണഘടന വന്നതിന് ശേഷം ആകെ 27 തവണയാണ് അമേരിക്കയുടെ ഭരണഘടന ആകെ എന്താണ് ഭേദഗതിക്ക് വിധേയമായിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, അമേരിക്കയുടെ ഭരണഘടനാ ഭേദഗതി എന്നുള്ളത് വളരെ റിജിഡാണ്, വളരെ കാഠിന്യമേറിയ ഒരു പ്രക്രിയയാണ് അമേരിക്കയിൽ അവരുടെ ഭരണഘടനാ ഭേദഗതി നടത്തുക എന്നുള്ളത്. എന്നാൽ ബ്രിട്ടനെ സംബന്ധിച്ച് അത് കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ളതാണ്. കാരണം പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കിയാൽ എന്താണ്, അത് അവരുടെ എന്താണ് ഭരണഘടനയുടെ ഭാഗമായി വരും. അപ്പോൾ അത് ഫ്ലെക്സിബിൾ ആണ്. എന്നാൽ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് അമേരിക്കൻ ഭരണഘടന പോലെ എന്താണ്, റിജിഡ് അല്ല. എന്നാൽ ബ്രിട്ടന്റെ ഭരണഘടന പോലെ എന്താണ്, ഫ്ലെക്സിബിളും അല്ല. ഇതിന്റെ രണ്ടിന്റെയും എന്താണ്, ഒരു മിശ്രമായിട്ടുള്ള രൂപമാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്ലെക്സിബിലിറ്റിയും റിജിഡിറ്റിയും തീരുമാനിക്കുന്ന എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, അത് ആ ഭരണഘടനയുടെ ഭേദഗതി അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് തീരുമാനിക്കുന്നത്, റിജിഡിറ്റിയും ഫ്ലെക്സിബിലിറ്റിയും തീരുമാനിക്കുന്നത്. അപ്പോൾ എന്താണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്? അതായത് നിലവിൽ ഭരണഘടനയിലുള്ള ഭാഗങ്ങൾ നീക്കം ചെയ്യുകയോ അല്ലെങ്കിൽ അതിൽ കൂട്ടിച്ചേർക്കലുകൾ ചെയ്യുന്നതിനെയോ ആണ് നമ്മൾ എന്തെന്ന് പറയുക, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് അഥവാ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന ഭാഗം 20 എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്. മലയാളത്തിൽ എന്താണ്, ഭരണഘടനാ ഭേദഗതി എന്ന് പറയും. ഭരണഘടനാ ഭേദഗതി എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഈ ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന ഭാഗമാണ് 20. പാർട്ട് 20 ഭാഗം 20 എന്താ ഈ പറയുന്ന ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ ഏതാണ്, ആർട്ടിക്കിൾ 368 അപ്പോൾ ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ അല്ലെങ്കിൽ അനുച്ഛേദമാണ് എന്തെന്ന് പറയുന്നത്, ആർട്ടിക്കിൾ 368. ഈ ഭരണഘടന ഭേദഗതി ചെയ്യാമെന്ന് പറയുന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിട്ടുള്ള എവിടെ നിന്നാണ്? നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ നിന്നാണ്? സൗത്ത് ആഫ്രിക്ക അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്.
ഈ ആശയം നമ്മൾ കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ഭരണഘടന ഭേദഗതി എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ഇനി എങ്ങനെയാണ് ഇന്ത്യയിൽ ഒരു ഭരണഘടനാ ഭേദഗതി നടക്കുന്നത്? എങ്ങനെയാണ് ഇന്ത്യയിൽ ഒരു ഭരണഘടനാ ഭേദഗതി നടക്കുന്നത്? ഇന്ത്യയിൽ ഭരണഘടനാ ഭേദഗതി ചെയ്യുവാനുള്ള അവകാശമുള്ളത് പാർലമെന്റിനാണ്. അപ്പോൾ ഭരണഘടനാ ഭേദഗതി ചെയ്യുവാനുള്ള അവകാശം ആർക്കാണ്? അവകാശം പാർലമെന്റിന് മാത്രമാണ്. അതിനർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം സംസ്ഥാന നിയമസഭകൾക്ക് എന്താണ്? ഭരണഘടനാ ഭേദഗതി നടത്തുവാനുള്ള അവകാശം ഇല്ല എന്നാണ്. അപ്പോ ഭരണഘടനാ ഭേദഗതി നടത്തുവാനുള്ള അവകാശം ആർക്കാണ്? അത് പാർലമെന്റിനാണ്. എങ്ങനെയാണ് പാർലമെന്റ്? ഇതിനൊരു പ്രൊസീജിയർ ഉണ്ട്. പാർലമെന്റിൽ ആദ്യമായിട്ട് പാർലമെന്റിന്റെ ഏതെങ്കിലും ഒരു സഭയിൽ എന്താണ് ഈ പറയുന്ന ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിക്കണം. എന്താണ്? ആദ്യമായിട്ട് എന്ത് ചെയ്യണം? ഈ ബില്ല് അവതരിപ്പിക്കണം. ഈ ബില്ല് ഒരു മന്ത്രിക്കോ അല്ലെങ്കിൽ സ്വകാര്യമായിട്ടുള്ള ഒരു അംഗത്തിനോ എന്ത് ചെയ്യാം? ഈ ബില്ല് അവതരിപ്പിക്കാം. ഇനി ഈ ബില്ല് അവതരിപ്പിക്കുന്നതിനായിട്ട് രാഷ്ട്രപതിയുടെ മുൻകൂറായിട്ടുള്ള എന്താണ് അനുമതിയൊന്നും ആവശ്യമില്ല. പാർലമെന്റിലാണ്, ഇരുസഭകളിൽ ഏതെങ്കിലും ഒരു സഭയിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. മന്ത്രിമാർക്കോ അല്ലെങ്കിൽ സ്വകാര്യമായിട്ടുള്ള ആ പാർലമെന്റിലുള്ള മറ്റേതെങ്കിലും അംഗങ്ങൾക്കോ എന്ത് ചെയ്യാം? ഭരണഘടനാ ഭേദഗതി ബില്ല് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതിയൊന്നുമില്ലാതെ തന്നെ എന്ത് ചെയ്യാം? പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കഴിയും. ഇനി ഇത് അവതരിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം? ഈ ബില്ല് രണ്ട് സഭകളിലും ഇതിന് പറയുന്ന പ്രത്യേകമായിട്ടുള്ള ഭൂരിപക്ഷത്തോടു കൂടി പാസ്സാക്കണം. എന്താണ്? രണ്ടാമത്തെ എന്താണ്? ഇരുസഭകളിലും പ്രത്യേക ഭൂരിപക്ഷത്തോടെ ബില്ല് പാസ്സാക്കണം. ഇതിനർത്ഥം എന്താണ്? നമ്മൾ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്താണ്? സംസ്ഥാന നിയമസഭകൾക്ക് അത് എന്ത് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു, അവതരിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഇരുസഭകളും പ്രത്യേക ഭൂരിപക്ഷത്തോടെ പാസ്സാക്കണം എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഇരുസഭകളും സെപ്പറേറ്റ്, അതായത് പ്രത്യേകമായിട്ട് തന്നെ ഈ ബില്ല് എന്ത് ചെയ്യണം? പാസ് ചെയ്യണം. അതായത് ഒരു ഭരണഘടനാ ഭേദഗതി ബില്ല് പാസ്സാക്കുവാനായിട്ട് എന്ത് ചെയ്യാൻ കഴിയില്ല? പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിക്കാൻ സാധിക്കില്ല. എന്താണ്? ഈ ഇരുസഭകളിലും പ്രത്യേകം ഭൂരിപക്ഷത്തോടു കൂടി ബില്ല് പാസ്സാക്കണം എന്ന് പറയുന്നത് എന്താണ്? ഈ ഭരണഘടനാ ഭേദഗതി ബില്ല് പാസ്സാക്കുവാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഈ പറയുന്ന പാർലമെന്റിന്റെ, അതായത് രാജ്യസഭയുടെയും ലോകസഭയുടെയും എന്താണ് സംയുക്ത സമ്മേളനം വിളിക്കാൻ സാധിക്കില്ല. ഇതിൽ കുറച്ച് ക്രൈറ്റീരിയകളുണ്ട്. അത് നമ്മൾ അടുത്ത ഭാഗമായിട്ട് പറയാം. എങ്ങനെയാണ് ചില വിഷയങ്ങളിൽ എത്രയൊക്കെ മെജോറിറ്റി വേണം, അല്ലെങ്കിൽ എത്ര സംസ്ഥാനങ്ങളുടെ, ഇപ്പോൾ ഫെഡറൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട കേസുകളിൽ എന്താണ് പകുതിയിൽ കൂടുതൽ സംസ്ഥാനങ്ങളുടെ പിന്തുണയെല്ലാം ആവശ്യമുണ്ട്. അത് നമ്മൾ എന്താണ് അടുത്ത ഭാഗമായിട്ട് പറയും. ഇപ്പോൾ നിങ്ങൾ ഇത് മാത്രം മനസ്സിലാക്കുക. എന്താണ്? ഇരുസഭകളും എന്ത് ചെയ്യണം? പ്രത്യേകമായിട്ടുള്ള ഭൂരിപക്ഷത്തോടു കൂടി എന്ത് ചെയ്യണം? ബില്ല് പാസ്സാക്കണം. അപ്പോൾ അങ്ങനെ ബില്ല് പാസ്സായി എന്ന് എഴുതുക. ഈ പാസ്സായ ബില്ല് നമ്മൾ എന്ത് ചെയ്യും? രാഷ്ട്രപതിക്ക് അഴക്കും. രാഷ്ട്രപതി എന്ത് ചെയ്യണം? രാഷ്ട്രപതി ബില്ലിൽ ഒപ്പുവെക്കണം. രാഷ്ട്രപതി ബില്ലിൽ ഒപ്പുവെക്കണം. ഈ രാഷ്ട്രപതി ബില്ലിൽ ഒപ്പുവെക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ നിർബന്ധമായും എന്ത് ചെയ്യണം? രാഷ്ട്രപതി ഭരണഘടനാ ഭേദഗതി ബില്ലിൽ ഒപ്പുവെച്ചിരിക്കണം. അദ്ദേഹത്തിന് അത് തടഞ്ഞു വെക്കുവാനോ പുനഃപരിശോധനയ്ക്കായി തിരിച്ചയക്കുവാനോ ഉള്ള അവകാശം ഇല്ല. എന്താണ്? രാഷ്ട്രപതി ബില്ലിൽ ഒപ്പുവെക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം ഇതാണ്: രാഷ്ട്രപതിക്ക് ബില്ല് അതായത് ഭരണഘടനാ ഭേദഗതി ബില്ല് രാഷ്ട്രപതിക്ക് തടഞ്ഞു വെക്കുവാനോ അത് തിരിച്ചയക്കുവാനോ ഉള്ള എന്തില്ല? അവകാശമില്ല. ഇനി എന്താണ്? ഈ രാഷ്ട്രപതി ഈ ബില്ലിൽ ഒപ്പുവെച്ചാൽ എന്ത് സംഭവിക്കും? രാഷ്ട്രപതി ഈ ബില്ലിൽ ഒപ്പുവെക്കുന്നതോടെ അതെന്തായി മാറും? അതൊരു ഭരണഘടനാ ഭേദഗതി നിയമമായി മാറും. ഭരണഘടന ഭേദഗതി നിയമം ആയി മാറും. ഇങ്ങനെയാണ് ഇന്ത്യൻ പാർലമെന്റ് ഒരു ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിക്കുകയും അതൊരു നിയമമാക്കി മാറ്റുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്താണ്
ഫ്ലെക്സിബിലിറ്റി ആണോ റിജിഡിറ്റി ആണോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യേണ്ട പ്രൊസീജിയർ എന്ന് നമ്മൾ പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടന ഒരു മിക്സ് ആകുന്നത് അല്ലെങ്കിൽ ഒരു ബ്ലെൻഡ് ആകുന്നത്, റിജിഡിറ്റിയുടെയും ഫ്ലെക്സിബിലിറ്റിയുടെയും ഒരു ബ്ലെൻഡ് ആകുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതികൾ നമുക്ക് പ്രധാനമായും 2 രീതിയിലാണ് നടക്കുന്നത്. 2 അല്ല 3 രീതികളുണ്ട്. അതായത് സിമ്പിൾ മെജോറിറ്റി, അതായത് കേവലമായിട്ടുള്ള ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് പാർലമെന്റിന് എന്ത് ചെയ്യാം, ഇന്ത്യയുടെ ഭരണഘടന ഭേദഗതി ചെയ്യാൻ പറ്റും. എന്താണ് സിമ്പിൾ മെജോറിറ്റി? ഒന്നാമത്തെ പോയിന്റ് ആണ് സിമ്പിൾ മെജോറിറ്റി. അതായത് കേവല ഭൂരിപക്ഷം എന്ന് പറയും. കേവല ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാം. രണ്ടാമത്തേതാണ് സ്പെഷ്യൽ മെജോറിറ്റി. സ്പെഷ്യൽ മെജോറിറ്റി, അതായത് പ്രത്യേക ഭൂരിപക്ഷം എന്ന് മലയാളത്തിൽ പറയാം. പ്രത്യേക ഭൂരിപക്ഷത്തോടു കൂടി എന്താണ് നമുക്ക് ഭരണഘടന ഭേദഗതി ചെയ്യാം. മൂന്നാമത്തെ പോയിന്റ് ഈ സ്പെഷ്യൽ മെജോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയുള്ളതാണ്. എന്താണ് ചില വിഷയങ്ങൾ ഭേദഗതി ചെയ്യുമ്പോൾ സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് പകുതിയിൽ കൂടുതൽ സംസ്ഥാനങ്ങളുടെ എന്താണ് പിന്തുണ കൂടി വേണം. പകുതിയിൽ കൂടുതൽ സംസ്ഥാനങ്ങളുടെ പിന്തുണ കൂടി വേണം. ഇങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടന എന്ത് ചെയ്യുന്നത്, ഭേദഗതി ചെയ്യുന്നത്. ഇപ്പോ ഈ സിമ്പിൾ മെജോറിറ്റി എന്നുള്ളത് എന്താണ്, ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ഫ്ലെക്സിബിലിറ്റിക്ക് ഉദാഹരണമാണ്. എന്താണ് സിമ്പിൾ മെജോറിറ്റി എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ ഫ്ലെക്സിബിലിറ്റിക്ക് ഉദാഹരണമാണ്. എന്നാൽ ഈ സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് പകുതിയിലധികം സ്റ്റേറ്റുകളുടെ പിന്തുണ എന്ന് പറയുന്നത് എന്താണ്, ഇന്ത്യൻ ഭരണഘടനയുടെ റിജിഡിറ്റിക്ക് ഉദാഹരണമാണ്. ഇതുകൊണ്ടാണ് എന്ത് പറയുന്നത്, നമ്മൾ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഒരു ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി ആണെന്ന് പറയുന്നത്. 3 രീതിയിലാണ് പാർലമെന്റിൽ എന്ത് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന ഭേദഗതിക്ക് വിധേയമാവുന്നത്. നമുക്ക് നോക്കാം എന്താണ് സിമ്പിൾ മെജോറിറ്റി. എന്താണ് സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത് എന്താണ്? അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത് സഭയിൽ ഓരോ സഭയിലും എന്താണ് പ്രസന്റ് ആയിട്ടിരിക്കുന്ന അംഗങ്ങളുടെ 50% കൂടുതൽ വോട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും, ആ ഭരണഘടനാ ഭേദഗതി ബില്ല് പാസ്സാകും. എന്താണ് ഓരോ സഭകളിലും പ്രസന്റ് ആയിരിക്കുന്ന അംഗങ്ങളുടെ 50% പ്ലസ് 1, 50%-ത്തിൽ കൂടുതൽ വോട്ടുകൾ ലഭിച്ചാൽ എന്ത് സംഭവിക്കും, ഭരണഘടനാ ഭേദഗതി ബില്ല് പാസ്സാകും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സിമ്പിൾ മെജോറിറ്റി അഥവാ കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത്. ഒരു ഉദാഹരണമായിട്ട് പറയാം, ഒരു 300 അംഗങ്ങൾ അന്ന് സഭയിൽ പ്രസന്റ് ആവുന്നു, ഒരു ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിക്കുന്നു. അപ്പോ എത്ര വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് പാസ്സാവും? 300ന്റെ പകുതി എത്രയാണ്? 300ന്റെ പകുതി എന്ന് പറയുന്നത് 150 ആണ്. 150 പ്ലസ് 1 151 വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് അവിടെ ആ ഭരണഘടനാ ഭേദഗതി എന്താണ് പാസ്സാകും. ഇതെന്താണ്, ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു സിമ്പിൾ മെജോറിറ്റിക്ക് ഉദാഹരണമാണ്. ഇനി ഏതൊക്കെ വിഷയങ്ങളിലാണ് നമുക്ക് ഇങ്ങനെ സിമ്പിൾ മെജോറിറ്റിയിൽ ഭരണഘടനാ ഭേദഗതി നടത്താൻ പറ്റുന്നത്? ഇനി നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇനി എന്താണ്, പാർലമെന്റ് സിമ്പിൾ മെജോറിറ്റിയിൽ ഏതൊക്കെ വിഷയങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെ വിഷയങ്ങളിലാണ്? പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം. എന്താണ്, പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെങ്കിൽ എന്ത് മതി, നമ്മൾ പറഞ്ഞ കേവല ഭൂരിപക്ഷം അല്ലെങ്കിൽ സിമ്പിൾ മെജോറിറ്റി മതി. മാത്രമല്ല സംസ്ഥാന നിയമസഭകളുടെ രൂപീകരണത്തിനും പിരിച്ചുവിടലിനും എന്ത് മതി, അതിനും എന്ത് മതി, നമുക്ക് സിമ്പിൾ മെജോറിറ്റി ആവശ്യമുള്ളൂ.
ഇനി രാഷ്ട്രപതി, ഗവർണർമാർ, ജഡ്ജിമാർ, പാർലമെന്റ് അംഗങ്ങൾ എന്നിവരുടെ ശമ്പളം, അലവൻസ്, പ്രത്യേക അവകാശങ്ങൾ ഇവയെക്കുറിച്ചുള്ള ഭരണഘടനാ ഭേദഗതികൾ നടത്തണമെങ്കിൽ എന്തു മതി? കേവല ഭൂരിപക്ഷം മാത്രമേ ആവശ്യമുള്ളൂ. നാലാമത്തെ എന്താണ്? ഔദ്യോഗികമായിട്ടുള്ള ഭാഷകളുടെ ഉപയോഗം. ഔദ്യോഗിക ഭാഷകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഭേദഗതികൾ വരുത്തണമെങ്കിൽ എന്താണ്? സിമ്പിൾ മെജോറിറ്റി അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷം മാത്രം ആവശ്യമുള്ളൂ. ഇനി അഞ്ചാമത്തെ പോയിന്റ് നോക്കുക. പൗരത്വം ഏറ്റെടുക്കലും അവസാനിപ്പിക്കലും. ഇത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നിങ്ങൾ അത് നോട്ട് ചെയ്ത് പഠിക്കുക. എന്താണ് ഇത്? ഡിഗ്രി പ്രിലിംസ് പരീക്ഷയിൽ എന്താണ് PSC ചോദിച്ചിട്ടുണ്ട്. എന്താണ്? പൗരത്വം ഏറ്റെടുക്കലും അവസാനിപ്പിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതിക്ക് പാർലമെന്റിൽ എന്ത് ഭൂരിപക്ഷം വേണം എന്ന് PSC ഡിഗ്രി പ്രിലിംസിൽ ചോദിച്ചിട്ടുണ്ട്. എന്ത് ഭൂരിപക്ഷം മതി? കേവല ഭൂരിപക്ഷം അല്ലെങ്കിൽ സിമ്പിൾ മെജോറിറ്റി മതി. എന്നാണ് കേവല ഭൂരിപക്ഷം അല്ലെങ്കിൽ സിമ്പിൾ, ലളിതമായിട്ടുള്ള ഭൂരിപക്ഷം എന്നാണ് അന്ന് ഉത്തര സൂചികയിൽ ഉണ്ടായിരുന്നത്. സിമ്പിൾ മെജോറിറ്റി അഥവാ കേവല ഭൂരിപക്ഷം അല്ലെങ്കിൽ ലളിതമായ ഭൂരിപക്ഷം എന്നൊക്കെ പറയാം. അപ്പോൾ ഇത് എന്താണ്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എന്താ? പൗരത്വം ഏറ്റെടുക്കലും അവസാനിപ്പിക്കുകയും ചെയ്യണമെങ്കിൽ എന്ത് മതി പാർലമെന്റിന്? കേവല ഭൂരിപക്ഷം അല്ലെങ്കിൽ സിമ്പിൾ മെജോറിറ്റി മാത്രം ആവശ്യമുള്ളൂ. മാത്രമല്ല കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഭരണഘടനാ ഭേദഗതികൾ വരുത്തണമെങ്കിൽ എന്ത് മതി? അതിനും കേവല ഭൂരിപക്ഷം അല്ലെങ്കിൽ സിമ്പിൾ മെജോറിറ്റി മാത്രം ആവശ്യമുള്ളൂ. ഇനി നോക്കുക. അഞ്ചാമൻ പട്ടികയിലുള്ള ഷെഡ്യൂൾഡ് ഏരിയ, ഷെഡ്യൂൾഡ് ട്രൈബലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഭരണഘടനാ ഭേദഗതി നടത്തണമെങ്കിലും എന്താണ്? കേവല ഭൂരിപക്ഷം അല്ലെങ്കിൽ സിമ്പിൾ മെജോറിറ്റി മാത്രം ആവശ്യമുള്ളൂ. ആറാം പട്ടികയിലെ ആദിവാസി മേഖലകളിലെ ഭരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ എന്താണ്? ഭേദഗതി വരുത്തണമെങ്കിലും എന്ത് മതി? കേവല ഭൂരിപക്ഷം അല്ലെങ്കിൽ സിമ്പിൾ മെജോറിറ്റി മതി. എന്തൊക്കെയാണ്? പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം, സംസ്ഥാന നിർമ്മാണ സഭകളുടെ രൂപീകരണവും പിരിച്ചുവിടലും, രാഷ്ട്രപതി, ഗവർണർമാർ, ജഡ്ജിമാർ, പാർലമെന്റ് അംഗങ്ങൾ എന്നിവരുടെ ശമ്പളം, അലവൻസ്, പ്രത്യേക അവകാശങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ഭേദഗതികൾ, ഔദ്യോഗിക ഭാഷയുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട ഭേദഗതികൾ, പൗരത്വം ഏറ്റെടുക്കലും അവസാനിപ്പിക്കലും, മാത്രമല്ല കേന്ദ്രഭരണ പ്രദേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ, അഞ്ചാം പട്ടികയിലെ ഷെഡ്യൂൾഡ് ഏരിയ, ഷെഡ്യൂൾഡ് ട്രൈബലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ആറാം പട്ടികയിലെ ആദിവാസി മേഖലയിലെ ഭരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതെല്ലാം ഭേദഗതി ചെയ്യണമെങ്കിൽ എന്ത് മതി? നമുക്ക് കേവല ഭൂരിപക്ഷം അല്ലെങ്കിൽ സിമ്പിൾ മെജോറിറ്റി മാത്രമേ എന്ത് ആവശ്യമുള്ളൂ? പാർലമെന്റിന് ആവശ്യമുള്ളൂ. അതായത് ആ ബില്ല് പാസ്സാക്കുമ്പോൾ പാർലമെന്റിൽ പങ്കെടുക്കുന്ന അംഗങ്ങളുടെ പകുതിയിൽ കൂടുതൽ വോട്ട് ലഭിച്ചാൽ എന്താണ്? ആ ഭരണഘടനാ ഭേദഗതി ബില്ല് ഓരോ സഭയിലും എന്താവും? പാസ്സാകും എന്നാണ് അതിന്റെ അർത്ഥം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? സ്പെഷ്യൽ മെജോറിറ്റിയെ കുറിച്ചാണ്. സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത് സ്പെഷ്യൽ മെജോറിറ്റി പ്രകാരം എങ്ങനെയാണ് ഭരണഘടനാ ഭേദഗതി നടത്തുന്നത്? അതിന് പ്രധാനമായും രണ്ട് ക്രൈറ്റീരിയകളാണ് പറയുന്നത്. ഒന്നാമത്തെ എന്താണ്? മൊത്തം സഭയിലുള്ള അംഗങ്ങളുടെ, അതായത് പ്രസന്റ് ആയിരിക്കുന്ന അംഗങ്ങളുടെ അല്ല, ആ സഭയിൽ എത്ര അംഗങ്ങളുണ്ടോ ആ അംഗങ്ങളുടെ 50% കൂടുതൽ വോട്ട് കിട്ടണം. എന്താണ്? മൊത്തം സഭയിലുള്ള അംഗങ്ങളുടെ 50% കൂടുതൽ വോട്ട് കിട്ടണം. ഇത് മാത്രം പോരാ. എന്താണ്? രണ്ടാമതൊരു ക്രൈറ്റീരിയ കൂടി പറയുന്നുണ്ട്. ആ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്താണ്? വോട്ട് ചെയ്യുന്ന അംഗങ്ങളുടെ 2/3 പിന്തുണ ലഭിക്കണം. എന്താണ്? അതായത് വോട്ട് ചെയ്യുന്ന അംഗങ്ങളുടെ 2/3 പിന്തുണ ലഭിക്കണം. ഇത് രണ്ട് ക്രൈറ്റീരിയയും ഫില്ലായാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഈ പറയുന്ന സ്പെഷ്യൽ മെജോറിറ്റി പ്രകാരമുള്ള ഭരണഘടനാ ഭേദഗതി പാസ്സാകുകയുള്ളൂ. അതുകൊണ്ടാണ് എന്ത്? ഇത് കുറച്ചുകൂടി ആദ്യം നമ്മൾ പറഞ്ഞ എന്താണ്? സിമ്പിൾ മെജോറിറ്റി, അത് ആകെ പ്രസന്റ് ആയിരിക്കുന്നവരുടെ 50% കൂടുതൽ വോട്ട് കിട്ടിയാൽ മതി. ഇത് ഇവിടെ ഇങ്ങനെയല്ല. ഇവിടെ എന്താണ്? മൊത്തം അംഗങ്ങളുടെ 50% കൂടുതൽ വോട്ട് കിട്ടണം. ഒന്നാമത്തെ ക്രൈറ്റീരിയ. അത് മാത്രം പോലെ എന്താണ്? വോട്ട് ചെയ്യുന്ന അംഗങ്ങളുടെ 2/3, അതായത് 2/3 പിന്തുണയും എന്താണ്? ആ ബില്ലിന് കിട്ടണം. എങ്കിൽ മാത്രമേ എന്താണ്? സ്പെഷ്യൽ മെജോറിറ്റി പ്രകാരം എന്താണ്? ഭരണഘടനാ ഭേദഗതി സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത് എന്തെന്ന് പറയുന്നത്? ഇത് ഒരു റിജിഡാണ്. റിജിഡിറ്റിക്ക് ഉദാഹരണമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ റിജിഡിറ്റിക്ക് ഉദാഹരണമാണ് എന്തെന്ന് പറയുന്നത്? സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത്. നമുക്കൊരു ഉദാഹരണം നോക്കാം. എന്താണ്? 545 അംഗങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ്? ഒന്നാമത്തെ ക്രൈറ്റീരിയ പ്രകാരം 50% എന്ന് പറയുമ്പോൾ
273+1 വോട്ട് കിട്ടിയാൽ മാത്രമേ എന്താണ് നമുക്ക് ഭരണഘടനാ ഭേദഗതി ബില്ല് പാസ്സാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഒരു 300 അംഗങ്ങൾ പങ്കെടുത്തു എന്ന് കരുതുക. ഈ 300 അംഗങ്ങളിൽ ഒരു 2/3 പേര് വോട്ട് ചെയ്തു. അപ്പൊ എത്ര വോട്ട് കിട്ടി? 200 വോട്ട് കിട്ടി. ഭരണഘടനാ ഭേദഗതി സാധ്യമാകോ? ഇല്ല. എന്താണ് അവിടെ ഈ ക്രൈറ്റീരിയ എന്താണ് ഫില്ലായില്ല. 273 വോട്ട് കിട്ടിയില്ല. ഇവിടെ എന്താണ് 300 അംഗങ്ങൾ പങ്കെടുത്താലും 273 വോട്ട് കിട്ടിയാൽ മാത്രമേ എന്താണ് ഈ പറയുന്ന ഭരണഘടനാ ഭേദഗതി പാസ്സാവുകയുള്ളൂ. ഇനി നമുക്ക് നോക്കാം. 540 അംഗങ്ങൾ പങ്കെടുത്തു. 540 അംഗങ്ങൾ പങ്കെടുത്തു. 540 അംഗങ്ങൾ പങ്കെടുത്തപ്പോ എന്താണ് 273+ വോട്ട് കിട്ടി. 274 വോട്ട് കിട്ടി. ഭരണഘടനാ ഭേദഗതി പാസ്സാകോ? ഇല്ല. കാരണം എന്താണ് ഇവിടെ 2/3 എന്ന് പറയുന്നത് എന്താണ് 360+1 361 വോട്ടെങ്കിലും വേണം. 361 വോട്ടെങ്കിലും വേണം. എന്താ ഭരണഘടനാ ഭേദഗതി പാസ്സാവുന്നതിനായിട്ട്. അപ്പോ ഈ 2 ക്രൈറ്റീരിയകളും ഫിൽ ചെയ്താൽ മാത്രമേ എന്താണ് സ്പെഷ്യൽ മെജോറിറ്റി പ്രകാരം നമുക്കൊരു ഭരണഘടനാ ഭേദഗതി സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഇതെന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ റിജിഡിറ്റിക്ക് ഉദാഹരണമായിട്ട് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താണ് സ്പെഷ്യൽ മെജോറിറ്റിയെ കുറിച്ച് പറഞ്ഞു. ഇനി സ്പെഷ്യൽ മെജോറിറ്റി പ്രകാരം പാസ്സാക്കാൻ കഴിയുന്ന ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ഭരണഘടനാ ഭേദഗതി പാസ്സാക്കണമെങ്കിൽ എന്ത് വേണം? അവിടെ ഈ പറയുന്ന പ്രത്യേക ഭൂരിപക്ഷം അല്ലെങ്കിൽ സ്പെഷ്യൽ മെജോറിറ്റി എന്ത് വേണം? മാത്രമല്ല നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഭരണഘടനാ ഭേദഗതി പാർലമെന്റിന് പാസ്സാക്കണമെങ്കിൽ അവിടെയും എന്ത് വേണം? അവിടെയും ഈ പറയുന്ന പ്രത്യേക ഭൂരിപക്ഷത്തിന്റെ 2 ക്രൈറ്റീരിയകളും എന്താണ് ഇരുസഭകളും എന്താണ് ഫുൾഫില്ല് ചെയ്തിരിക്കണം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം കൂടി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. എന്താണത്? മൂന്നാമത്തെ പോയിന്റ് സ്പെഷ്യൽ മെജോറിറ്റി, അതായത് പ്രത്യേക ഭൂരിപക്ഷം പ്ലസ് എന്താണ് പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ പിന്തുണ. പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ പിന്തുണ. ഇതും എന്താണ്? ഇതും ഇന്ത്യൻ ഭരണഘടനയുടെ റിജിഡിറ്റിക്ക് ഒരു ഉദാഹരണമാണ്. ചില ഭരണഘടനാ ഭേദഗതികൾ പാസ്സാക്കണമെങ്കിൽ എന്താണ് അവിടെ പ്രത്യേക ഭൂരിപക്ഷത്തിന്റെ നമ്മൾ ആദ്യം പറഞ്ഞ 2 ക്രൈറ്റീരിയകൾ മാത്രം പോരാ. പിന്നെ എന്താണ് മൊത്തമുള്ള സംസ്ഥാനങ്ങളിൽ എന്താണ് പകുതിയിലധികം സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യണം? ഈ ബില്ലിനെ പിന്തുണയ്ക്കണം, അല്ലെങ്കിൽ അവരുടെ നിയമസഭകളിൽ അത് പാസ്സാക്കി എടുക്കണം. പകുതിയിലധികം എന്ന് പറയുമ്പോൾ 28 സംസ്ഥാനങ്ങളാണെങ്കിൽ എന്താണ് ഏറ്റവും കുറഞ്ഞത് 15 സംസ്ഥാനങ്ങളുടെയെങ്കിലും പിന്തുണ വേണം. 29 സംസ്ഥാനങ്ങളാവുമ്പോൾ ഏറ്റവും കുറഞ്ഞത് എന്താണ് 16 സംസ്ഥാനങ്ങളുടെയെങ്കിലും 15-ൽ കൂടുതൽ സംസ്ഥാനങ്ങളുടെയെങ്കിലും പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ എന്താണ് സ്പെഷ്യൽ മെജോറിറ്റിയും വേണം. പാർലമെന്റിൽ എന്താണ് സ്പെഷ്യൽ മെജോറിറ്റി വേണം. മാത്രമല്ല എന്ത് വേണം? പകുതിയിൽ കൂടുതൽ സംസ്ഥാനങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ? ചില വിഷയങ്ങൾ പാർലമെന്റിൽ ഭരണഘടനാ ഭേദഗതി പ്രകാരം പാസ്സാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇതും എന്താണ്? ഇതും ഇന്ത്യൻ ഭരണഘടനയുടെ റിജിഡിറ്റിക്ക് മറ്റൊരു ഉദാഹരണമാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്പെഷ്യൽ മെജോറിറ്റിയും പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ പിന്തുണയോടുകൂടി പാസ്സാക്കാൻ കഴിയുന്ന വിഷയങ്ങളെ കുറിച്ചാണ്. കേന്ദ്ര സംസ്ഥാനങ്ങളുടെ അധികാര പരിധി സംബന്ധിച്ച വിഷയങ്ങളെ കുറിച്ച് ഒരു ഭരണഘടനാ ഭേദഗതി വേണമെങ്കിൽ എന്ത് വേണം? അതിന് സ്പെഷ്യൽ മെജോറിറ്റിയും വേണം, പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ പിന്തുണയും വേണം. മാത്രമല്ല സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയും സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങൾ പാസ്സാക്കണമെങ്കിലും എന്ത് വേണം? ഈ പറയുന്ന സ്പെഷ്യൽ മെജോറിറ്റിയും പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ പിന്തുണയും ആവശ്യമാണ്. പിന്നെ എന്താണ്? ചരക്ക് സേവന നികുതി കൗൺസിൽ. ചരക്ക് സേവന നികുതി കൗൺസിലിന്റെ മായി ബന്ധപ്പെട്ട് എന്ത് ഭരണഘടനാ ഭേദഗതി വരുത്തണമെങ്കിലും ഈ പറയുന്ന ക്രൈറ്റീരിയ ഫിൽ ചെയ്തിരിക്കണം. മാത്രമല്ല ഫെഡറൽ സ്ട്രക്ചറിനെ ബാധിക്കുന്ന ഏത് കാര്യങ്ങളും, അതായത് കേന്ദ്രവും സംസ്ഥാനവും അധികാരം പങ്കിടുന്നതുമായിട്ടുള്ള ഏത് വിഷയവും ഭരണഘടനാ ഭേദഗതി നടത്തണമെങ്കിൽ എന്ത് വേണം? സ്പെഷ്യൽ മെജോറിറ്റി വേണം. മാത്രമല്ല പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് ഫെഡറൽ സ്ട്രക്ചറിനെ ബാധിക്കുന്ന കാര്യങ്ങളിൽ എന്താണ് ഒരു ഭരണഘടനാ ഭേദഗതി സാധ്യം ആവുകയുള്ളൂ. മാത്രമല്ല 7ാം പട്ടികയിലെ വിഷയങ്ങൾ നമുക്കറിയാം എന്തൊക്കെയാണ്? സ്റ്റേറ്റ് ലിസ്റ്റ്, എന്താണ് യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്,
ഇത്തരത്തിലുള്ള അധികാര വിഭജനം നടത്തിയിട്ടുള്ള ഏതെങ്കിലും ലിസ്റ്റുകൾ എന്താണ് ഭേദഗതിക്ക് വിധേയമാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതിക്ക് വിധേയമാക്കണമെങ്കിൽ എന്ത് വേണം? അവിടെയും ഈ പറയുന്ന ക്രൈറ്റീരിയ ഫിൽ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ? ഭരണഘടനാ ഭേദഗതി എന്ത് ചെയ്യുള്ളൂ? സാധ്യം ആവുകയുള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു റിജിഡിറ്റിക്ക് ഉദാഹരണമാണ്. ആദ്യം പറഞ്ഞ സിമ്പിൾ മെജോറിറ്റി മാത്രമാണ് എന്താ ഇന്ത്യൻ ഭരണഘടനയുടെ ഫ്ലെക്സിബിലിറ്റിക്ക് ഉദാഹരണം. അതിനുശേഷം പറഞ്ഞ സ്പെഷ്യൽ മെജോറിറ്റിയും പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ പിന്തുണയും എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ എന്താണ്? റിജിഡിറ്റിക്ക് ഉദാഹരണമാണ്. ഇത്തരം കാര്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് എന്താണ്? ഒരു ബ്ലെൻഡ് ഓഫ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് റിജിഡിറ്റി, അതായത് ഒരു കാഠിന്യത്തിന്റെയും കാഠിന്യമില്ലായ്മയുടെയും കലർപ്പാണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ്? ഇന്ന് നമ്മൾ പഠിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷ സ്വഭാവം, അതായത് മൂന്നാമത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷ സ്വഭാവമാണ്. നമുക്ക് കഴിയുന്നില്ല, നമ്മൾ എന്താണ് മറ്റുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷ സ്വഭാവത്തിന്റെ മറ്റുള്ള ഭാഗങ്ങളുമായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ കാണും. ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? നിങ്ങളെല്ലാവരും കാണാതെ പഠിക്കുകയല്ല, എന്താണ് വളരെ മനസ്സിലാക്കി കാര്യങ്ങൾ പഠിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയൂ? സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.